ഹായ് ഓൾ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഏതായാലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ബട്ടർഫ്ലൈ കേക്കാണ് കേട്ടോ ഇന്ന് ചെയ്യണത്. കേക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ് കേട്ടോ. കുറച്ച് ടൈം ഡെക്കറേഷനും ഫിനിഷിങ്ങിനും വേണം എന്നേ ഉള്ളൂ, പക്ഷേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 1.5 kg ഈ ഒരു കേക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ വെയിറ്റ് 1.5 kg ആണ്. അപ്പോൾ 1.5 kg നമ്മളൊരു കേക്ക് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിലുള്ള കേക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ കേക്കിനെ ഫൈനൽ ക്രം കോട്ടിങ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റായതിൻ്റെ ശേഷം ഇതുപോലെ സെൻറ്ററിൽ ഒരു കറക്റ്റ് സെൻറ്റർ ആണോ എന്നുള്ളത് ലൈന് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ എടുക്കുമ്പോൾ ഇതുപോലെ വലിയ ബേസ് എടുക്കുക. അപ്പോൾ 1.5 kg ഞാൻ 3 kg ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡെക്കറേഷനും പിന്നെ കുറച്ച് അവർക്ക് ഒരു സ്റ്റെമ്മിലിരിക്കണ ബട്ടർഫ്ലൈൻ്റെ ഒരു ഡെക്കറേഷനാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡെക്കറേഷനൊക്കെ ബേസിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ബേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും എടുക്കുമ്പോൾ ഈ ഒരു സൈസ് തന്നെ എടുക്കണം ബെറ്റർ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല ഭംഗിയിൽ ചെയ്ത് ഡെക്കറേഷനൊക്കെ സൈഡിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് സെൻറ്റർ കട്ട് ചെയ്തതിൻ്റെ ശേഷം രണ്ടായിട്ട് നമ്മൾ ഈ റൗണ്ടിനെ കട്ട് ചെയ്തു. എന്നിട്ട് രണ്ടിനും ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. ഹാഫായി കട്ട് ചെയ്തതിന് രണ്ടിനെയും ഓപ്പോസിറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ബേസിൻ്റെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ ക്രം കോട്ടിങ് ഫുള്ള് ക്രം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ മാറ്റി വെക്കൽ റിസ്ക്കാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബേസ് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലേക്ക് നീക്കി വെച്ച് കൊടുക്കണുണ്ട്. രണ്ട് ഭാഗം ഈ സർക്കിളിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ടച്ച് ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ. കാരണം എന്നാലും ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സെൻറ്റർ കറക്റ്റിന് കിട്ടുള്ളൂ. ബട്ടർഫ്ലൈൻ്റെ ആ സെൻറ്റർ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ലെവലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട്. ഇനി ഇതിൻ്റെ ബേസെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് റൗണ്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്രംസൊക്കെ ബേസിലുണ്ടാവും. ഇതിൽ നമ്മളിപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ആ ക്രീമിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്യുക. ഇനി അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈ കട്ട് ചെയ്ത ഭാഗമല്ലേ അതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഡെക്കറേഷൻ ചെയ്യുക. ഇവിടെ ഒന്നും ഷേപ്പ് ആക്കാതെ ഈ ഷേപ്പിൽ തന്നെ, അതായത് ഈ റൗണ്ടിനെ നമ്മൾ വേറെ കട്ടിങ് ഒന്നും കൊടുക്കാതെ തന്നെ ചെയ്യട്ടെ. ഇങ്ങനെ ഒരു മോഡലായിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ചെറിയ കട്ടിങ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിനെ ക്രം കോട്ട് ചെയ്യണത് ആ ക്രംസ് പരന്ന് പോവാതിരിക്കാനാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഭാഗത്ത് ഒന്നും കൂടി ഷേപ്പാക്കി എടുക്കും. അപ്പോൾ അത് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മളിതിനെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്നും കൂടി സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കണത്. ഇനി ഇതിനെ ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം ഇതിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് വരുത്താം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഞാൻ അതിനെ പുറത്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, കട്ട് ചെയ്തിട്ടില്ല. ആ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു എന്താ പറയുക, ചിറകില്ലേ അതിൻ്റെ പോലെ ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം മാറ്റി കൊടുക്കും. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനെ മാറ്റണം കേട്ടോ. ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ വേസ്റ്റാക്കി കളയണ്ട, അത് ഇതിലേക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗം ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഷേപ്പാക്കിയിട്ട് നൈഫിട്ട് തന്നെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടർഫ്ലൈൻ്റെ സൈസ് ഒന്നുകൂടി കുറയും കേട്ടോ. ഇതിപ്പോൾ 1.5 kg ആണല്ലോ. അതുതന്നെ നമ്മൾക്കിപ്പോൾ കാണാൻ വലിയ സൈസൊന്നും ഉണ്ടാവില്ല ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി ചെറുതായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ഉള്ള ഈ ഭാഗങ്ങളിൽ ഷേപ്പായതിൻ്റെ ശേഷം അതിന് ഓരോന്നിനായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ വിങ്സില്ലേ അതിന്മേ തന്നെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ ആ നൈഫ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ട് ലെവലാക്കി കൊടുക്കുക. അത് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാം ആ ഓപ്പോസിറ്റ് ചെയ്യാത്ത ആ സൈഡില്ലേ, ആ സൈഡ് ഒരു സ്ക്വയറായിട്ട് ഒരേ ലെവലല്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പീസിനെ വെച്ച് കൊടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. അത് 4 ഭാഗത്തും വെച്ച് കൊടുക്കണുണ്ട്.
അപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ആ സൈഡിലെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ ബ്ലൂ കളർ എടുത്ത് ബ്ലൂ കുറച്ച് മിക്സ് ചെയ്തതുണ്ട്. പിന്നെ ഇതിന് ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ബ്ലൂ കളറിൽ തന്നെ ക്രം കോട്ട് ചെയ്യാണ്. നിങ്ങൾ സാധാ വെച്ചിട്ട് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുക. ആ ക്രംസൊക്കെ ഒന്ന് ഇരുന്നിട്ട് തണുത്തിട്ട് ലെവലായി വരട്ടെ. അപ്പോൾ ഒരു ഹാഫ് അവർ എന്തായാലും ഇനി ഫ്രീസറിൽ വെക്കണം കേട്ടോ. അത് സെറ്റായതിൻ്റെ ശേഷം ഇനി ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മുകൾ ഭാഗം കൂടി ലെവൽ ചെയ്യുമ്പോഴാണ് ആ ഷേപ്പ് കറക്റ്റ് ആയിക്കണോ എന്നുള്ളത് മനസ്സിലാവുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. നൈഫ് വെച്ചിട്ട് ചെത്തിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ക്രം കോട്ടിങ് എല്ലാ ഭാഗത്തും ക്രീമെല്ലാം ഇട്ടിട്ടൊന്ന് റെഡിയാക്കി. ഇനി ബേസിലുള്ള നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബേസിലൊക്കെ ആ ക്രംസ് ആയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് ഫ്രീസറിൽ ഒരു ഹാഫ് അവർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലെവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാവും. അതൊക്കെ നോക്കിയിട്ട് വേണം ലെവൽ ചെയ്യാൻ. ഈ ഷേപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ. എന്നിട്ട് അത് ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ടോപ്പും കൂടി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതിനെ ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞങ്ങളതിൻ്റെ ടോപ്പ് ഭാഗം താഴെ ഭാഗം ഒന്ന് ലെവലാണോ എന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഹാഫ് അവർ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിനെ ഫൈനൽ കോട്ട് ചെയ്യണത്. പിന്നെ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ടോപ്പ് ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഡെക്കറേഷൻ ഏതാണോ അതിനനുസരിച്ചിട്ടാണ്. ടോപ്പിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റഫായിട്ടുള്ള ഡെക്കറേഷൻ ആയതുകൊണ്ട് അധികം ഫിനിഷിംഗ് ഒന്നും ആവശ്യമില്ല. ടോപ്പ് ഒന്ന് ലെവലായാൽ മതി. സൈഡ് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ടോപ്പ് ഒന്ന് ലെവലായതിന് ശേഷം ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുള്ളത് ഒരുപാട് ലെങ്തി വീഡിയോ ആകുമ്പോൾ കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ഇതുപോലെ കുറേശ്ശെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ക്രീം ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കതൊന്നിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുക. കൂടുതൽ ക്രീമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് പോകും കേട്ടോ. കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി ടോപ്പ് റഫാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ടോപ്പിലായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. സെയിം കളർ തന്നെ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്.
സെൻട്രലായിട്ട് കളറ് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഒരു യെല്ലോയും ഗ്രീനും കൂടി, അതായത് ഈ ബ്ലൂ കളറിൽ തന്നെ ഞാൻ യെല്ലോ ഷെയ്ഡ് ചേർത്തപ്പോഴാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കിട്ടിയത്. അപ്പോൾ അതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഭാഗത്തേ നമുക്ക് ആവശ്യമുള്ളൂ അവിടെ ഞാനിതുപോലെ ഒന്ന് ഈ ഒരു എന്താ പറയുക ചെറിയ നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടുള്ളൊരു ഡിസൈൻ കൊടുക്കുക. ആ ഒരു ക്ലയൻറ്റ് ഈ ഒരു ഡെക്കറേഷനാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഏകദേശം അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 3 ഷെയ്ഡിലായിട്ട് കൊടുത്തു, 3 അല്ല 4 എണ്ണം. അതായത് യെല്ലോ കളർ കൊടുത്തു, ഓറഞ്ച് സെൻറ്ററിലായിട്ട് കൊടുത്തു, പിന്നെ ബട്ടർഫ്ലൈസ് ആണ് വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ചുകൂടി ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ വെച്ചപ്പോഴാണ് താഴെ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിന് അവരൊരു ലീഫൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റെമ്മിലിരിക്കുന്ന ഡെക്കറേഷനൊക്കെ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കണം. ഇതതുപോലത്തെ പേപ്പർ ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ ക്ലയൻറ്റിന് സ്ട്രോബെറി, അതിൻ്റെ കുട്ടിക്ക് ഈ ബർത്ത്ഡേ ഉള്ള ആൾക്ക് സ്ട്രോബെറി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതിലെവിടെയെങ്കിലും കൊടുക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യണം. പിന്നെ നെയിം കൊടുക്കണം. പിന്നെ കുറച്ച് ഫ്ലവർ ഐറ്റംസ്, അതെല്ലാം ബട്ടർഫ്ലൈ മാക്സിമം അവർ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. എന്തെങ്കിലും ഐറ്റംസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് ഫില്ല് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഓവറായി പോവും. അപ്പോൾ പിന്നെ അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതാണ് കൊടുക്കാമെന്ന് വെച്ചിട്ട്. എന്നാലും എനിക്ക് ഫൈനലായിട്ട് കാണുമ്പോൾ കുറച്ച് ഓവറായോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ആ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് ഇട്ടാ, ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ബോഡി, അതെ. അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ടാണ്. പക്ഷെ കുറച്ച് ഈ ഒരു ക്രീം എന്തോ ഓവർ ബീറ്റ് ആയ പോലെ എയർ കടന്നതാണ് കേട്ടോ. കുറച്ച് നേരം പുറത്തിരുന്നപ്പോൾ അതുപോലെ വന്നു, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ ബേസിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ നോസിൽ, ആ ഒരു ഓപ്പൺ നോസിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പിംഗ് ബാഗ് ഓപ്പൺ ആക്കിയിട്ട് അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ ലുക്ക്. പിന്നെ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബട്ടർഫ്ലൈസ് വെക്കണം. പിന്നെ അവർ പറഞ്ഞ പോലെ സ്ട്രോബെറി വെക്കണം.
താഴെ ഭാഗത്ത് ബേസിലായിട്ട് കാണുന്ന ഒരു കോർണറിലായിട്ട് തന്നെ നെയിം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈ സൈഡിലൊക്കെ ആ ഫ്ലവറിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അന്നത്തെ ദിവസം നമുക്ക് ചെറിയ വേറൊരു കേക്ക് കൂടി ഉണ്ട്, അതാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. ഇതാ ബട്ടർഫ്ലൈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡെക്കറേഷനും അതുപോലെ ഷേപ്പും ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ ഡെക്കറേഷൻ ചാർജായിട്ട് ഒരു 350 രൂപയൊക്കെ നമുക്ക് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കാം. അതായത് ഫ്ലേവർ റേറ്റ് പ്ലസ് എത്ര കിലോനാണോ അത്, പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈസ് കാര്യങ്ങൾ സ്ട്രോബെറി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കൂടുതൽ വാങ്ങിക്കുക. പിന്നെ അതിൻ്റെ പുറമെയാണ് നമ്മൾ എക്സ്ട്രാ ചാർജായിട്ടാണ് 350 രൂപ നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഈ ഡെക്കറേഷനൊക്കെ വരുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.